നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട പുതിയ SCRT ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ 5ാം ക്ലാസ്സിലെ 2 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന ചാപ്റ്ററാണ്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രൂപീകരണത്തെക്കുറിച്ചിട്ടും എന്താണ് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകത എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള കുറച്ച് വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് യങ് ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ വാക്കുകൾ. നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ ശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാവുന്ന ഇന്ത്യ. ഇതാരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. അപ്പം എന്തൊക്കെ ഈ ഒരു കോട്ടിൽ നിന്ന് മഹാത്മാഗാന്ധി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടാവണം ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, ഇതൊക്കെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്ന ആശയങ്ങൾ. ഇനി പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് 1857 1ാം സ്വാതന്ത്ര്യ സമരമാണ്. അപ്പം ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ അതിലൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ടോ, അതൊരു ചോദ്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം കേട്ടോ. അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. അല്ലാതെ വെറുതെ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വായിച്ചു പോവുക എന്നുള്ളതല്ല ശരിയായ പഠനം. നമുക്കതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റണം. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സമരത്തിൽ പങ്കാളികളാകുന്നുണ്ട്. അതുപോലെ ഈ സമരം കൊണ്ടുണ്ടായ ഒരു പ്രധാന ഗുണമാണ് മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ഒരു ദേശീയബോധം വളർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ സമരം സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമരത്തിന്റെ ഭാഗമായിട്ട് കുറെ പ്രാദേശിക സംഘടനകൾ, അതായത് ഒരു പ്രദേശത്ത് മാത്രം സ്ഥാപിക്കുകയും അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന മണ്ഡലം ആ ഒരു പ്രദേശം മാത്രമായിരിക്കുന്ന കുറെ സംഘടനകളുണ്ടായി. ഏതൊക്കെയാണ്? ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവയാണ്. അവയൊക്കെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ സമയത്തൊക്കെയും ഈ പല പല സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് മാത്രം പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേശീയ തലത്തിൽ നമുക്കൊരു സംഘടന വേണം എന്നൊക്കെ ഉള്ളതുണ്ട്. അങ്ങനെ പക്ഷെ അത് ബ്രിട്ടീഷുകാരുടെ തന്നെ സഹായത്തോടു കൂടി അങ്ങനെ ഒരു സംഘടന ഉണ്ടാകുന്നുണ്ട്. അതാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് എപ്പോഴാണ്? 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് എന്തു വന്നു? ഒരു സംഘടിത രൂപം വന്നു. ഈ പറയുന്ന അവിടെ ഇവിടെ നടന്നു നിന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാം കൂടെ എന്തായി? ഒരു കുടക്കീഴിലാവാൻ വേണ്ടി തുടങ്ങി. അതിനൊരു ഏകീകൃത രൂപം വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളായിരുന്നു. ചിലപ്പം ഇതൊക്കെ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കും, ഈ ബ്രിട്ടീഷുകാർ തന്നെ എന്തിനാണ് അവർക്കെതിരെ പ്രവർത്തിക്കാൻ ഒരു സംഘടന ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചത് എന്ന്. ആദ്യ കാലഘട്ടത്തിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ട് വലിയ ഉപദ്രവമൊന്നും ഉണ്ടായില്ല. അവരിങ്ങനെ കുറേ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും, ബ്രിട്ടീഷുകാരുടെ അടുത്ത് പറയും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബ്രിട്ടീഷുകാരും വിചാരിച്ചത് അവിടെ ഇവിടെയൊക്കെ ഇവരായിട്ട് സ്വന്തമായിട്ടൊരു സംഘടന ഉണ്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം ഇവർക്കൊരു സംഘടന പേരിന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ തൽക്കാലം അവിടെ ഇരുന്ന് അങ്ങനെ ആ പ്രശ്നവും പറഞ്ഞിരുന്നോളും എന്നുള്ളൊരു ധാരണയിലാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ സംഘടനയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ലാതെ ആരും സ്വന്തം കുഴി തോണ്ടില്ലല്ലോ. പിന്നീടാണ് കുറെ തീവ്ര ദേശീയ നേതാക്കളൊക്കെ വരുന്നതും ഇതിൽ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പിന്നീടൊക്കെയാണ് നടക്കുന്നത്.
ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഒരു ബഹുജന സ്വഭാവം, കുറച്ചുകൂടി സാധാരണ. അതിനു മുമ്പ് വരെ കുറേയൊക്കെ ഈ വരേണ്യ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരാണ്, അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ അത്യാവശ്യം പൈസയൊക്കെ ഉള്ള ടീമാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നത്. പിന്നീട് ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് കുറച്ചും കൂടെ സാധാരണ ജനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഇതിലോട്ട് വരുന്നത്. ഇനി ഒരു ചോദ്യമാണ്, 1947 ഓഗസ്റ്റ് 15 എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന എപ്പോഴാ, 1950 ജനുവരി 26. അപ്പം അതായത് 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, 50 ഭരണഘടന നിലവിൽ വരുന്നതും. അപ്പം അത്രയും കാലം പിന്നെ നമ്മുടെ ഭരണം നമുക്കിവിടെ എന്ത് വെച്ചാൽ നമ്മളിവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ നിയമം എന്തായിരുന്നു, 2.5 വർഷക്കാലം. അപ്പം നമ്മൾ നിയമമൊന്നും ഇല്ലാതെയാണോ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്? അല്ല. ഈ 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് വരെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു, 1935 ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരുന്നു. അന്നത്തെ കാലത്തൊക്കെ അറിയാം, നമുക്ക് വേണ്ടിയിട്ട് നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത് ആരാണ്, ബ്രിട്ടനാണ്. ബ്രിട്ടൻ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ബ്രിട്ടൻ ഇവിടെ ഭരണം വളരെ കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നത്, പിന്നെ അവരുടെ ചൂഷണത്തിന്റെ ഭാഗമായിട്ട്. അങ്ങനെ 1935 ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോളോ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന എപ്പോഴാണ്, 1950 ജനുവരി 26. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കുറച്ച് പ്രത്യേകതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നമ്മുടെ ഭരണഘടനയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കടം കൊണ്ടിട്ടുണ്ട്. നമ്മൾ കുറേ കടം കൊണ്ട ആശയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഒരു കോപ്പിയാണ് നമ്മുടെ ഭരണഘടന എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്കിവിടെ പഠിക്കേണ്ടത് ഇതിൻ്റെ പ്രത്യേകതകളാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രത്യേകത, ഇതിൽ 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിളും പാർട്ടൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഇതിൽ 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടെന്നാണ് പറയുന്നത്. എത്രയാണ്, 3, ആ നമ്പർ നോക്കി എളുപ്പല്ലേ പഠിക്കാൻ, 3, 2, 1 വിഭാഗങ്ങളും 10 പട്ടികകളും. പിന്നെന്താണ്, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, സംവരണ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. എന്താണ്, സംവരണ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ന് സംവരണ മണ്ഡലങ്ങളില്ലേ, അതുപോലെ തന്നെ അന്ന് സംവരണ മണ്ഡലങ്ങൾ. നമുക്കിവിടെ സ്ത്രീകൾക്ക് സംവരണ മണ്ഡലങ്ങൾ ഉള്ളപ്പോൾ നമ്മുടെ പുതിയ ബില്ലൊക്കെ വന്നിട്ടുള്ളതാണ്. അതുപോലെ ഓൾറെഡി നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഈ പറയുന്ന സ്ത്രീ സംവരണം ഉണ്ട്. ഇനി ഭാവിയിൽ നമുക്ക് വരാൻ പോകുന്നത് ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കൊക്കെ ഈ പറഞ്ഞ സ്ത്രീ സംവരണം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ എന്തുണ്ടായിരുന്നു, സംവരണ മണ്ഡലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആർക്കൊക്കെ വേണ്ടിയിട്ട്, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ. ഇനി കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിക്കുന്നുണ്ട്. അതായത് ഇന്ന് നമ്മൾ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനം ഇല്ലേ, അതേപോലെ അന്ന് കേന്ദ്രത്തിനും ഇന്നത്തെ നമ്മുടെ സംസ്ഥാനം പോലെയാണ് അന്ന് എന്ത്, പ്രവിശ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രൊവിൻസസ്, ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അധികാരം വിഭജിക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയാണ്. അതായത് നമ്മൾ ഇന്ന് ലോകസഭ, രാജ്യസഭ എന്നുള്ളതാണ് അല്ലെ, അതെന്താണ്, നമുക്ക് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് നമുക്ക് ഇന്നും കേന്ദ്രത്തിലുള്ളത്. അതേപോലെ തന്നെയാണ് അന്നും എന്താണ്, ഇത്തരത്തിൽ 2 സഭകൾ ഉണ്ടായിരുന്നു. അതായത് ശരിക്കും ഇന്നത്തെ പോലെ അന്ന് എന്നല്ല, അന്നത്തെ പോലെ ഇന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നും വെച്ചതാണ്. ഇനി 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇന്നും നമുക്കറിയാം, നമുക്ക് കേന്ദ്രത്തിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്. അതുപോലെ സംസ്ഥാനങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സഭകൾ ഇതുപോലെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ 1 മതിയെന്ന്. അപ്പം കേരളത്തിലൊക്കെ ഒന്നേ ഉള്ളൂ അല്ലേ, നമുക്ക് സംസ്ഥാന നിയമസഭ മാത്രമേ ഉള്ളൂ. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്, നിയമസമിതി കൂടിയുണ്ട്. നമ്മൾ അമ്പു കേട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡൊക്കെ ഇതിന് വേണ്ടിയിട്ട് പഠിക്കാറുണ്ട്. അതായത് ദ്വിമണ്ഡല സഭയുള്ള നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് എന്ന് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഡാണ് ഈ അമ്പു കേട്ടി എന്ന് പറയുന്നത്. എന്താണ്, ആന്ധ്രാപ്രദേശ്, M മഹാരാഷ്ട്ര, B ബീഹാർ, U ഉത്തർപ്രദേശ്, K കർണാടക, T തെലങ്കാന എന്നിങ്ങനെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നന്നായിട്ട് പഠിച്ചു വെക്കാം, മിക്കവാറും ചോദ്യം വരും.
ഇനി നമ്മൾ നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതകളാണ് നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ മൊത്തം ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേകതകൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ഭരണഘടനയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അതിൽ ആദ്യം പഠിക്കേണ്ട പോയിന്റ് ഇതാണ്. ഇത് പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അത് ഇന്ത്യയുടേതാണ്. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ആരുടേത്? ഇന്ത്യയുടേത്. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ 28 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും. അപ്പൊ അതില് നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിലൊക്കെ മാറ്റം വരുത്താൻ പറ്റും. അപ്പൊ 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയിൽ അതേപോലെ തന്നെയാണോ ഇപ്പൊ ഇരിക്കുന്നത്? അല്ല, കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ എണ്ണം കൂടിയിട്ടുണ്ട്. 22 ഭാഗങ്ങൾ ഇപ്പൊ 25ആയി. ആർട്ടിക്കിൾ ആണെങ്കിൽ ഒരു 470+ എന്ന് നമുക്ക് പറയാം. 8 പട്ടികകളുള്ളത് 12 പട്ടികകളായിട്ടും മാറി. അതിൽ ആർട്ടിക്കിളുകൾ ചോദിക്കാറില്ല. പക്ഷെ ഇപ്പൊ എത്ര ഭാഗങ്ങളാണുള്ളത്, ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ഭാഗങ്ങളാണ്, അതുപോലെ ഇപ്പൊ എത്ര പട്ടികകൾ, ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര പട്ടികകൾ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ ഉണ്ടായിരുന്നു. ഓക്കെ. അതുപോലെ ഇപ്പോഴാണെങ്കിൽ 25 ഭാഗങ്ങളും 12 പട്ടികകളാണ് ഉള്ളത്. ഇനി നമുക്ക് ഓരോ പ്രത്യേകതകളായിട്ട് നോക്കാം. ആദ്യത്തേത് പ്രത്യേകത എന്ന് പറയുന്നത് പാർലമെന്ററി ജനാധിപത്യ ഭരണമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് പ്രസിഡൻഷ്യൽ ഭരണമുണ്ട്, അതുപോലെ സെമി പ്രസിഡൻഷ്യൽ, പാർലമെന്ററി സിസ്റ്റം. അതിൽ നമ്മൾ പാർലമെന്ററി സിസ്റ്റമാണ് എടുത്തത്. അതിനുള്ളൊരു പ്രധാന കാരണം നമ്മുടെ രാഷ്ട്രത്തിന് കുറച്ചും കൂടെ അനുയോജ്യം അതാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചത് കൊണ്ട് തന്നെ ബ്രിട്ടനിൽ എന്താണ് പാർലമെന്ററി സിസ്റ്റമാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ അനുയോജ്യം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരും പ്രധാനമന്ത്രിയും എല്ലാം എന്താണ്? അവര് ശരിക്കും കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമാണ് അല്ലെ. അവര് നിയമനിർമ്മാണ സഭയിലും അംഗമാണ്. അവരെന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള അംഗങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാ പിടിച്ചിങ്ങനെ വലിച്ച് നിയന്ത്രിക്കാണോ? അല്ല. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ചോദ്യോത്തരവേള, ശൂന്യവേള അല്ലെ. അപ്പം ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ നിയമസഭാ സമ്മേളനമൊക്കെ ചിലപ്പോൾ ന്യൂസിലൊക്കെ കാണുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. നമുക്ക് ഓരോ മന്ത്രിമാരോട് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള അംഗങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ പറ്റും. അപ്പൊ അവര് ചിലപ്പം അതിന് ആൻസർ പറയാൻ പറ്റാതെ ഇങ്ങനെ ബുദ്ധിമുട്ടെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യാണ്? നിയന്ത്രിക്കാണ് അവിടെ ചെയ്യുന്നത്. ഇനി ജനങ്ങളുടെ പരമാധികാരം. ജനങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്? അധികാരം. ഭരണഘടനയ്ക്ക് അധികാരം കിട്ടുന്നത് തന്നെ എവിടെ നിന്നാണ്? ജനങ്ങളിൽ നിന്നാണ്. രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. എവിടെയാണ് ഈ കാര്യം പറയുന്നത്? ജനങ്ങളിൽ നിന്നാണ് ഭരണഘടനയ്ക്ക് അധികാരം ലഭിക്കുന്നതെന്ന് ഇത് PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഡിഗ്രി ലെവൽ എക്സാമിന്. അത് പ്രിയാമ്പിളിലാണ്. പ്രിയാമ്പിൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കൊണ്ടാണ് അല്ലേ. അധികാരം എവിടെ നിന്നാണ് ഭരണഘടനയ്ക്ക് ലഭിക്കുന്നത്? ജനങ്ങളിൽ നിന്നാണ്. പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ. ഒരു വ്യക്തിക്ക് ഒരു രാഷ്ട്രം ഉറപ്പ് നൽകേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള അധികാരങ്ങളിലെ അപ്പുറത്തേക്ക് അവകാശങ്ങളാണ് എന്ത്? മൗലികാവകാശങ്ങൾ. അതായത് ഇത് ഇവർക്ക് ഒരു തരത്തിലും എന്ത് ചെയ്യാൻ പാടില്ല? നിഷേധിക്കപ്പെടാൻ പാടില്ല. ഈ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാം, അതിനെന്ത് പ്രതിവിധി എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് മൗലികാവകാശങ്ങൾ. ഇവ ഓരോന്നും നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കും. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ ഭരണഘടനയിൽ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത് ഓരോ ടോപ്പിക്കിന്റെയും. ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഇനി നമ്മൾ എവിടെ നിന്നാണ് മൗലികാവകാശങ്ങൾ കടം കൊണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നാണ്. ഇനി നമ്മൾ പാർലമെന്ററി സിസ്റ്റം കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടനിൽ നിന്നാണ്. ഇനി മൗലിക കടമകൾ, കുറേ അവകാശങ്ങൾ ഇങ്ങോട്ട് തരുമ്പോൾ കുറച്ച് കടമകൾ നമുക്ക് അങ്ങോട്ടും കാണിക്കണം അല്ലേ രാഷ്ട്രത്തോട്. അങ്ങനെ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല, പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. 1976 42ാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിലോട്ട്
കൂട്ടിച്ചേർക്കുന്നുണ്ട്. നിലവിൽ 11 മൗലിക കടമകളാണുള്ളത്. ഇത് നമ്മൾ കടം കൊണ്ടത് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR എന്ന് പറയാം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് റഷ്യ എന്ന് വേണമെങ്കിലും പറയാം. എല്ലാം ഒരേപോലെ തന്നെയാണ്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് എന്ത് ആ സ്ഥാനത്തേക്ക് വന്ന രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. നമ്മുടെ ഭാഗം കൂട്ടിച്ചേർത്താണല്ലോ, അതുകൊണ്ട് ഭാഗം 4A ആർട്ടിക്കിൾ 51A ഈ 11 മൗലിക കടമകളെ കുറിച്ചും പറയുന്ന ഒരൊറ്റ ആർട്ടിക്കിളേ ഉള്ളൂ. ഏതാണ്? ആർട്ടിക്കിൾ 51A ആണ്. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ DPSP ഫുൾ ഫോം ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. എന്താണ്? നമുക്ക് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റാതെ പോയ കുറച്ച് അവകാശങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ നിർദ്ദേശക തത്വങ്ങളിലുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് രാഷ്ട്രത്തിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് നൽകുന്ന കുറച്ച് നിർദ്ദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഭരണഘടനയിൽ ഭാഗം 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. ഇനി നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കടം കൊണ്ട രാജ്യമാണ് അയർലൻഡ്. ഇനിയാണ് നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്. ഇത് നമ്മൾ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി പഠിച്ചതാണ്. ഈ റൂൾ ഓഫ് ലോ എന്ന കൺസെപ്റ്റ് നമ്മൾ കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ് അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ആരും നിയമത്തിന് അതീതരല്ല. ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും എല്ലാവരും നിയമത്തിന് മുന്നിൽ എന്താണ്? തുല്യരാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, യൂണിവേഴ്സൽ അഡൾട്ട് സഫ്രേജ് എന്ന് പറയും അല്ലേ. എന്താണ്? നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. ഇപ്പൊ പണ്ട് കാലത്തൊക്കെ വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കുമ്പോൾ പോലും അതൊക്കെ എന്തായിരുന്നു? നമ്മൾ തിരുവിതാംകൂറിലെ ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. ഇത്രയധികം പൈസയുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് നികുതി അടയ്ക്കുന്ന ആൾക്കാർക്കാണ് എന്ത് ചെയ്യുന്നത്? വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും കൊടുക്കുന്നത്. പക്ഷെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത പ്രായം നിശ്ചയിക്കുന്നു. ആ പ്രായമായ എല്ലാവർക്കും എന്ത് ചെയ്യാം? തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. നമ്മുടെ ഇവിടെ എത്രയാണ്? 18 വയസ്സാണ് നിലവിൽ നമ്മുടെ വോട്ടിംഗ് പ്രായം എന്ന് പറയുന്നത്. 18. ഇനി സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അതായത് ഒരു ഗവൺമെന്റിന്റെ അണ്ടറിൽ ഒന്നും അല്ലാതെ വളരെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത്. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട ഒരു കോടതി സംവിധാനമാണുള്ളത്. ഇത്തരത്തിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി നമ്മൾ കടം കൊണ്ടത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയിൽ നിന്നാണ്. അടുത്ത പോയിന്റാണ് ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെടുന്ന ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ നമുക്ക് പ്രധാനമന്ത്രി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ട് അല്ലേ, പിന്നെ രാഷ്ട്രപതി ഉണ്ട്. ഇവിടെ നമ്മൾ സംസ്ഥാനങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഹെഡായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രി ഹെഡായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ട്, പിന്നെ നമുക്ക് ഗവർണർമാരുണ്ട് സംസ്ഥാനത്ത് അല്ലേ. അപ്പം ഇവിടെ എന്താണ്? കേന്ദ്രം മാത്രം എല്ലാം തീരുമാനിക്കുന്നത്? അല്ല, സംസ്ഥാനങ്ങൾക്ക് ഇതായിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം. അപ്പൊ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ എന്താണ്? ഇവിടെ അധികാരം വിഭജിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ തുല്യമായിട്ടുള്ള അധികാരമാണോ? അല്ല, കേന്ദ്രത്തിന് അധികാരം കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ നമ്മുടെ ഭരണഘടനയിൽ എവിടെയും നമ്മൾ ഫെഡറലിസം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നേയില്ല. നമ്മളൊരു ക്വാസി ഫെഡറൽ ആണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതായത് ഒരുപോലെ അധികാരം തുല്യമായിട്ട് വിഭജിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അധികാര വിഭജനമുണ്ട്, പക്ഷെ അതോടൊപ്പം കേന്ദ്രത്തിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്, ഒരു കുറച്ചധികം അധികാരം ഉണ്ട്. അപ്പൊ ഇതാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇനി ഏക പൗരത്വം. നമുക്ക് ഒരൊറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ. അങ്ങനെ സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വം ഇല്ല. അതുമല്ല, നമുക്ക് ഒന്നിലധികം രാജ്യങ്ങളുടെ പൗരത്വം കൈവശം വെക്കാൻ പറ്റില്ല. ഇന്ത്യൻ പൗരത്വമാണ് ഇന്ത്യൻ പൗരത്വം മാത്രമേ പറ്റുള്ളൂ. നമ്മൾ വേറെ ഏതൊരു രാജ്യത്തെ പൗരത്വം പോയി എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പൗരത്വം എന്ത് ചെയ്യും? റദ്ദ് ചെയ്യപ്പെടും. അപ്പൊ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും അതുപോലെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്തു നോക്കുക. അതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും, അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ആൻസർ ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. സർക്കാരുടെ കീഴിലാണോ നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്? അല്ല, തെറ്റാണ് അല്ലേ. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില പ്രത്യേക അധികാരങ്ങളുണ്ടോ? ഇല്ല. നമ്മൾ പറഞ്ഞു കേന്ദ്രത്തിനാണ് ഒരു അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത്. 18 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടോ? ഉണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. ശരിയാണ് അല്ലേ. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകുമോ? ഇല്ല.
ജനാധിപത്യത്തിൽ ജനങ്ങളല്ലേ പരമാധികാരികൾ, ശരിയാണ്. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? നിയന്ത്രണം ഇല്ലേ? ആരാ നിയന്ത്രിക്കുന്നത്? നമ്മുടെ ഭരണഘടനയാണ് നിയന്ത്രിക്കുന്നത്. ഇനി നമ്മുടെ നിയമത്തിന്റെ ഉറവിടം എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് മാത്രമേ ഇവർക്ക് പ്രവർത്തിക്കാനും പറ്റുള്ളൂ, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിയമം നിർമ്മിക്കാനും പറ്റുള്ളൂ കേട്ടോ. നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് നമ്മുടെ ഭരണഘടനയ്ക്കുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ, കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പോക്സോ, ഇപ്പം നമ്മൾ കണ്ടു പോക്സോ ആക്ടിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ PSC എക്സാമുകൾ, മിക്ക എക്സാമുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോക്സോ ആക്ടിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ 5ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് പഠിച്ച സമയത്തും നമ്മൾ അവിടെ പോക്സോ ആക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയധികം കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ എന്ത് ചെയ്യാം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് അവബോധം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതാണ്. അപ്പം നമുക്ക് നോക്കാം. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ഷ്യശിക്ഷ ഉറപ്പുവരുത്താനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. എന്താണ് കുട്ടികളുടെ അവകാശ ഉടമ്പടി? ഏതാ വർഷം? 1989, 1989. ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോസോ ആക്ട് 2012 എന്ന് പറയുന്നത്. ഇതിന്റെ ഫുൾ ഫോമും പഠിച്ചു വെക്കണം, ഇതും ചോദിച്ചിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. അതുപോലെ ഇവിടെ കുട്ടികളായിട്ട് കണക്കാക്കുന്നത് എത്ര വയസ്സിന് വരെയുള്ളവരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 വയസ്സാണ്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ട് ഈ നിയമം പരിഗണിക്കുന്നു. ഇനി എന്താണ്? ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏത് വകുപ്പാണ്? ആർട്ടിക്കിൾ 19 കേട്ടോ. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്കാന്ന് പറയുന്നുണ്ട്. ഏതാണ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ വകുപ്പ് എത്രയാണ്? ആക്ട് സെക്ഷൻ 19 കേട്ടോ. സെക്ഷൻ 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. ഓക്കെ, ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണ്. ഇത് എവിടെയാ പറയുന്നത്? സെക്ഷൻ 19ലാണ്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ. എന്താണ്? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ പോക്സോ മോണിറ്ററിംഗ് സെല്ലിനെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 44ലാണ്. അതുപോലെ പോക്സോ ആക്ടിലെ പ്രതികളാവുന്നവർക്ക് എന്താ? കഠിന ശിക്ഷയാണ് നമ്മുടെ ആക്ടിൽ പറയുന്നത്. ഇനി നമ്മുടെ ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നമ്മുടെ ഭരണഘടന നിർവചിക്കുന്നു. അതുപോലെ സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയാണ്. നാനാതത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. പൗരന്മാരുടെ അവകാശങ്ങളെയും കടമകളെക്കുറിച്ചും പറയുന്നു. ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. കഴിഞ്ഞു. ഇനി ഇവിടെ ജസ്റ്റ് നമ്മുടെ ഭേദഗതികൾ, പ്രധാനപ്പെട്ട ഭേദഗതികൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, അതിന്റെ നാൾവടികളിലൂടെ ഇങ്ങനെ പോവാണ് ചെയ്യുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാം. ഇനിയോ ഒന്നാമത്തെ ഭേദഗതി 50 വന്നു, 51 തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭേദഗതി വരുത്താനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തപ്പോൾ നമ്മൾ അത് അങ്ങോട്ട് പരീക്ഷിക്കുകയും ചെയ്തു അല്ലെ. അപ്പൊ ഒന്നാമത്തെ ഭേദഗതി വരുന്നത് തൊട്ടടുത്ത വർഷം തന്നെയാണ് 1951. ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഒരു ഭേദഗതിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരാം. ഇനി ഇവിടെ എന്താണ്? പട്ടികകളുടെ എണ്ണം 9ആയി. നമ്മൾ പറഞ്ഞു ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. അത് എത്രയായി മാറി? 9ആയിട്ട്
മാറി. ഇനി അടുത്തത് വരുന്നത് 42-ാം ഭേദഗതിയാണ്. 1976-ലാണ് 42-ാം ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നൊക്കെ അറിയപ്പെടുന്ന ഭേദഗതിയാണ്. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. 3 വാക്കുകൾ എവിടെ കൂട്ടിച്ചേർത്തു? ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. ആമുഖത്തിൽ ഏതൊക്കെ വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. അല്ലെങ്കിൽ നമുക്ക് പറയാം മതേതരത്വം സെക്യുലറിസം, സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതി സമത്വം, അഖണ്ഡത, ഇന്റഗ്രിറ്റി. അടുത്തത് 44-ാമത്തെ ഭേദഗതിയാണ് 1978. സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി മാറി. അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് സ്വത്തവകാശം ഒരു മൗലികാവകാശമായിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ 1978-ലെ 44-ാം ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായിട്ട് മാറി. പിന്നെ 1992-ലെ 73-74 ഭേദഗതികൾ വളരെ പ്രധാനപ്പെട്ട ഭേദഗതിയാണ്. എന്ത് സംഭവിച്ചു? പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം അല്ലെ, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ലഭിച്ച ഭേദഗതിയാണ് 73-74. ഇനി വരുന്നത് 2002-ലെ 86-ാം ഭേദഗതി. വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് മാറി. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി ഉൾപ്പെടുത്തിക്കൊണ്ട് 21A ആയിട്ട് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. ഇനി 2016-ലെ 101-ാം ഭേദഗതി, അതായത് GST ആണ് അല്ലെ. നമ്മുടെ GST എന്ന് കേട്ടതാണ്. 2016-ലാണ് എന്ത് ചെയ്യുന്നത്? ചരക്ക് സേവന നികുതി അല്ലെ, GST വരുന്നത്. അപ്പം ഏതാ ഭേദഗതി? GST 101 ഇനി ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് നമ്മളോട് എഴുതാനാണ് പറഞ്ഞത്. നമുക്കറിയാം 5ആണോ 6ആണോ? 106 അല്ലെ. വനിതാ സംവരണ ബില്ലാണ് 106-ാം ഭേദഗതി എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ചൊരു ആക്ടിവിറ്റി ഉണ്ട്, നമുക്കൊന്ന് ചെയ്തു നോക്കാം. 1976-ൽ ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതുതായിട്ട് കൂട്ടിച്ചേർത്തു എന്നാണ് ചോദിച്ചത്. 3 ആശയങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പ്രിയാമ്പിളിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള മതേതരത്വം, പിന്നെയോ അഖണ്ഡത, സോഷ്യലിസം, ഇത്രയും 3 വാക്കുകൾ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950. ഭരണഘടനയിൽ ആദ്യമായിട്ട് മാറ്റം വരുത്തിയത് എന്ത് മാറ്റായിരുന്നു? 9-ാം പട്ടിക കൂട്ടിച്ചേർത്തു എന്ന് നമുക്കറിയാം. ഏത് വർഷ? 1951. ഇതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് ചെയ്തു നോക്കാൻ നോക്കാട്ടോ. രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം മൗലികാവകാശമായി നിലനിന്നു എന്നാണ് ചോദിക്കുന്നത്. അതായത് 1950 മുതൽ 1950 ടു ഏതാ ഭേദഗതി? 1978-ലെ 44-ാം ഭേദഗതി അല്ലേ. അപ്പം എത്ര വർഷം? 50 മുതൽ 60 വരെ, 60 മുതൽ 70 വരെ 28 വർഷം എന്ത് ചെയ്തു? മൗലികാവകാശമായിട്ട് നിലനിന്നു. വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലികാവകാശമാണോ? ആണ് അല്ലെ. 6-നും 14 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. എന്ന് മുതൽ? 2002 മുതൽ. ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തു? 106. അപ്പൊ കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 368 368. ഇനി ഭരണഘടന ആർക്കാ ഭേദഗതി ചെയ്യാൻ പറ്റുക? നമ്മുടെ സംസ്ഥാന നിയമസഭയ്ക്ക് പറ്റുമോ? ഇല്ല. പാർലമെന്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഒരിക്കലും ഭരണഘടനയുടെ അടിസ്ഥാന ഘടന അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്ന തരത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് പറയുന്നുണ്ട്. 1973 കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. അപ്പം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് PSC. ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് സുപ്രീം കോടതി ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച്, ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞത് ഏത് കേസിലാണ്? 1973 കേശവാനന്ദ ഭാരതി കേസിലാണ്. ഇനി വിദ്യാഭ്യാസം മൗലികാവകാശം, കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം. 2002 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസം മൗലികാവകാശമായത്. എവിടെയാണ്? ആർട്ടിക്കിൾ 21A ആയിട്ടാണ് ചേർത്തിരിക്കുന്നത്.
ഈ ഭേദഗതി ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ ഉണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 പാർലമെന്റ് പാസ്സാക്കി, നിലവിൽ വന്നതല്ല, പാർലമെന്റ് ആണ് 2009 പാസ്സാക്കുന്നത്. ഇത് നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1 എന്ത് ചെയ്യുന്നത്, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. അത് വ്യത്യാസം മനസ്സിലാക്കുക. അതായത് 2002 ഭേദഗതിയിൽ തന്നെ ഇത് വിദ്യാഭ്യാസ മൗലികാവകാശമായി നിലവിൽ വന്നു. ഇതിനെ തുടർന്നുണ്ടാക്കിയ ഒരു നിയമമാണ് എന്ത്, വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുന്നത്. അത് പാർലമെന്റ് 2009 പാസ്സാക്കുകയും നിലവിൽ വരുന്നത്, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നതാണ് 2010 ഏപ്രിൽ 1. മറ്റേ മൗലികാവകാശം എന്ന് തന്നെയാണ് 2002 കേട്ടോ. വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. ഇനി 1976 42 ഭേദഗതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത് ചെറു ഭരണഘടന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്ന വാക്കുകളൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആമുഖത്തിൽ എഴുതി ചേർത്തു. ഇതിലൂടെ വേറെയും കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുന്നത് ഇതേ 42 ഭേദഗതിയിലാണ്. അതുപോലെ തന്നെ 5 വർഷമായിരുന്ന പാർലമെന്റിന്റെയും നിയമസഭയുടെ ഒക്കെ കാലാവധി എന്ത് ചെയ്യുന്നു, 6 വർഷമാക്കി മാറ്റുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഈ ഭേദഗതിയിലൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടാണ് ഈ ഭേദഗതി എന്തെന്ന് വിളിക്കുന്നത്, ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇനി 7ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്ററും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 ചാപ്റ്റേഴ്സാണ് 7ാം ക്ലാസ്സിലുള്ളത്. അത് കഴിയും. അത് കഴിഞ്ഞാൽ നമ്മൾ 9ാം ക്ലാസ്സിലെ പുതിയ CRT ചാപ്റ്റേഴ്സ് നോക്കും. ഓക്കെ, താങ്ക് യു.